തൃപ്പൂണിത്തുറയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ജെംസ് ഇന്റർനാഷണൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ്. ബിനു അസീസിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും കുറ്റം പ്രിൻസിപ്പലിന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നതെന്നുമാണ് വിലയിരുത്തൽ. മിഹിർ അഹമ്മദിനെതിരായ നടപടികൾ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണെന്നായിരുന്നു മൊഴി. സൈഫുനിസ അലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനിസ, എന്താണ് ജെംസിന്റെ വൈസ് പ്രിൻസിപ്പലിനെതിരെ പോലീസ് ഇങ്ങനെയൊരു സംശയം പ്രകടിപ്പിക്കാൻ കാരണം? അരുൺകുമാർ, ഈ ജെംസ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് TC വാങ്ങി മിഹിർ അഹമ്മദ് ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് എത്തുന്നതും ഇവിടെ വെച്ചാണ് ആത്മഹത്യ ഉണ്ടാകുന്നതും. പക്ഷേ ഈ കുടുംബം പരാതി നൽകിയപ്പോൾ ആദ്യം തന്നെ ജെംസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഭാഗത്തുണ്ടായ കുറ്റകരമായ അനാസ്ഥയാണ് മകനെ സ്കൂൾ മാറ്റാൻ കാരണമെന്നും പിന്നീടുണ്ടായ കുട്ടിയുടെ മാനസികാഘാതങ്ങളടക്കം കാരണം ജെംസ് ഇന്റർനാഷണൽ സ്കൂളിലെ വൈസ് പ്രസിഡന്റിനെതിരെ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം വന്ന് പോലീസിന് മൊഴി നൽകിയത്. ഇതിന് പിന്നാലെ ഈ ജെംസ് ഇന്റർനാഷണൽ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്തതിലാണ് ഈ മിഹിർ അഹമ്മദിനെതിരായ നടപടികളെല്ലാം തന്നെ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നൊരു മൊഴി വൈസ് പ്രിൻസിപ്പൽ നൽകിയത്. പക്ഷേ ഈ മൊഴിയൊന്നും, ബിനു അസീസിന്റെ മൊഴിയൊന്നും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രധാനമായും കുടുംബം ആരോപിച്ചിരുന്നത് ഒരു ക്ലാസ്സിലുണ്ടായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ മിഹിർ അഹമ്മദിനെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഈ സസ്പെൻഷൻ നീട്ടി. പിന്നീട് പരീക്ഷ വന്നപ്പോൾ ഐസൊലേറ്റഡ് ആയി ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുത്തി പരീക്ഷ എഴുതിച്ചു. ഇത് വളരെ രീതിയിൽ മാനസികാഘാതം മിഹിറിനുണ്ടാക്കി. പിന്നീടാണ് സ്കൂൾ മാറ്റാനായി കുടുംബം തീരുമാനമെടുത്തത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ മിഹിറിന്റെ മരണത്തിന് പിന്നാലെ ഈ ചോദ്യം ചെയ്യലിൽ ബിനു അസീസ് പറയുന്ന പ്രധാനപ്പെട്ട കാരണം പ്രിൻസിപ്പലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് താൻ ഇതെല്ലാം ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ ഇത് സ്കൂൾ അധികൃതർ തള്ളുകയും ചെയ്തതോടെയാണ് ഈ ബിനു അസീസിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബിനു അസീസിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ബിനു അസീസിന്റെ ചോദ്യം ചെയ്യൽ വീണ്ടും നടക്കും. ഓക്കെ, സൈഫുനിസ അലിയറാണ് വിവരങ്ങൾ നൽകിയത്. ജെംസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പലിനെയാണ് ഇനി വീണ്ടും ചോദ്യം ചെയ്യാനായി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മിഹിർ അഹമ്മദിനെതിരായ നടപടികൾ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണെന്നായിരുന്നു ഈ വൈസ് പ്രിൻസിപ്പൽ ബിനു പോലീസിന് കൊടുത്തിരുന്ന മൊഴി. അത് വിശ്വാസയോഗ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞാണ് പോലീസ് ഇപ്പോൾ വീണ്ടും മൊഴി രേഖപ്പെടുത്താനൊരുങ്ങുന്നത്.